മലയാളത്തിൻ്റെ പ്രിയ താരം സലീം കുമാറിന് കലാകേരളം അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ്. സിനിമ, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, കായിക മേഖലകളിലെ നിരവധി പ്രമുഖർ ആണ് ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നടനെ ഏറെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിരവധിയായ ആളുകൾ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോഴും ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ദൃശ്യങ്ങൾ അടക്കം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഏറെ നാളായി ശാരീരികമായ അസ്വസ്ഥതകളെ തുടർന്ന് അദ്ദേഹം പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. പലപ്പോഴായി ആശുപത്രിവാസം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ചിരിക്കുന്ന മുഖവുമായി സലീം കുമാർ മലയാളികൾക്കിടയിലേക്ക് തിരികെ വന്നിരുന്നു. പക്ഷേ ഇന്നലെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില വളരെ മോശമായിരുന്നു. തുടക്കത്തിൽ സാധാരണ പരിശോധനയുടെ ഭാഗം എന്ന നിലയിലായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. ഭയപ്പെടാനൊന്നുമില്ല എന്നതായിരുന്നു കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങൾ. എന്നാൽ പിന്നീട് പരിശോധനകൾ നടത്തിയപ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകളടക്കം കണ്ടെത്തുകയും അങ്ങനെ അടിയന്തരമായി വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഇപ്പോഴിതാ സിനിമാ മേഖലയിൽ ഉള്ളവർ, നിരവധി ആളുകൾ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക മേഖലകളിൽപ്പെട്ടവർ, അതിലേറെ സലീം കുമാർ എന്ന നടനെ മനസ്സോട് ചേർത്ത് വെച്ചവർ എല്ലാവരും സലീം കുമാറിന് വിട നൽകുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, മരണവിവരം അറിഞ്ഞതു മുതൽ നിലയ്ക്കാത്ത പ്രവാഹം ആണ്. ഇപ്പോഴിതാ പൊതുദർശനം തുടരുകയാണ്. എന്താണ് മറ്റ് ക്രമീകരണങ്ങൾ? അഭിലാഷ്, പറവൂർ ടൗൺ ഹാളിലാണ് ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ നടക്കുന്നത്. നിരവധി ആളുകളാണ് വന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമാ രംഗത്തെ പ്രമുഖരായ പല ആളുകളും, ജയറാം, ബാബുരാജ്, ടെന്നിറ്റോൺ തുടങ്ങിയ നിരവധി പ്രമുഖരായ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി നിരവധി ആളുകളാണ്. മലയാളക്കരയൊട്ടാകെ സങ്കടത്തിലാഴ്ത്തിയാണ് സലീം കുമാർ എന്ന് പറയുന്ന ഹാസ്യ നടൻ. അങ്ങനെയാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ പോലും വൈകാരികമായ ഒരുപാട് അഭിനയ മുഹൂർത്തത്തിൻ്റെയും ഹാസ്യത്തിൻ്റെയും മേമ്പൊടി ചേർത്ത് അഭിനയ രംഗത്ത്, മലയാള സിനിമാ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സലീം കുമാർ എന്ന നടൻ എല്ലാവരെയും സങ്കടപ്പെടുത്തി വിടവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ലാഫിംഗ് എന്ന് പറയുന്ന വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് വീട്ടുപേര് തന്നെ കേൾക്കുമ്പോൾ അദ്ദേഹം വളരെ മനോഹരമായി തന്നെ, അതായത് തന്നെ ഐഡൻറ്റിറ്റി എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പേര് കൂടിയാണ് വീടിന് പോലും നൽകിയത്. ലാഫിംഗില്ല ആ വീട്ടിലേക്കാണ് അദ്ദേഹം മടങ്ങിപ്പോവുക. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അദ്ദേഹം അസുഖബാധിതനായി ആശുപത്രിയിൽ കിടക്കുമ്പോഴും അദ്ദേഹം ഒരു പക്ഷേ വിട പറയും, ഇതൊരു അവസാന യാത്രയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. അദ്ദേഹം അത്യാവശ്യം ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോഴും തരണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കുടുംബം അടക്കമുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഇന്നലെ രാത്രി 10:43 കൂടിയാണ് അദ്ദേഹം അമൃതാശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നത്. അദ്ദേഹം ഇടചൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്ന് രാവിലെ 9:30 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇതിലേക്ക് എത്തിയത്. മലയാളക്കരയെ ആകെ ചിരിപ്പിച്ച 30 ആണ്ടുകൾ രേഖപ്പെടുത്തുന്നത് സലീം കുമാർ എന്ന് പറയുന്ന നടന്റെ പേരിലാണ്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും കാണുന്ന ഹാസ്യത്തിന്റെ ഓരോരോ തുണ്ടുകൾ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഓരോരോ ഇമോജികൾ, ഡയലോഗുകൾ ഒക്കെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ സന്തോഷത്തിന്റെ ഓരോരോ പീക്ക് അവസ്ഥയിൽ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന ഡയലോഗുകൾ പോലും സലീം കുമാറിൻ്റേതായിരുന്നു എന്നുള്ള ഓർമ്മയാണ്. അതാണ് അദ്ദേഹം മലയാളക്കരയ്ക്ക് നൽകിയിരിക്കുന്നത്. മലയാളത്തോട് അദ്ദേഹം സംവദിച്ചത് അങ്ങനെയാണ്. മലയാളത്തിലെ ആളുകളോട്, സിനിമയിൽ നിന്നും സമൂഹത്തോടൊക്കെ സംവദിച്ചത് അങ്ങനെയാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനിയും ഇത്രയും കാലമുണ്ടായത് അതായത് 96 തുടങ്ങിയ സിനിമാ സപര്യ 2024 അദ്ദേഹത്തിന് അന്ത്യത്തോടു കൂടി അവസാനിക്കുമ്പോഴും അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ഹൈപ്പ്, അതായത് മലയാള സിനിമയിൽ സലീം കുമാർ എന്ന് പറയുന്ന നടൻ ഉണ്ടാക്കിയ സ്ഥാനം അതെത്ര വലുതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മനസ്സിൽ ഓരോ കഥാപാത്രങ്ങളായി വരുന്നു. ഹാസ്യ കഥാപാത്രങ്ങൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്യാരി, മുകുന്ദനുണ്ണി തുടങ്ങിയ കഥാപാത്രങ്ങൾ, കല്യാണരാമനിലെ കഥാപാത്രങ്ങൾ നമ്മളെപ്പോഴും
ഒരു സാധാരണ സംഭാഷണങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ പോലും കല്യാണരാമനിലെ സലീംകുമാറിന്റെ ക്യാരക്ടറുടേതാണ്. മുകുന്ദനുണ്ണി എന്ന് പറയുന്ന വക്കീലിൻ്റെതാണ്. ആ മുകുന്ദനുണ്ണി എന്ന് പറയുന്ന വക്കീലിൽ നിന്നും ക്യൂൻ എന്ന് പറയുന്ന സിനിമയിലെ അഭിഭാഷകനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, രണ്ട് വ്യത്യസ്ത ക്യാരക്ടറുകൾ. പിങ്കിലെ അമിതാഭ് ബച്ചനെ പോലും റിമൈൻഡ് ചെയ്യുന്ന തരത്തിൽ അത്തരത്തിലുള്ള വലിയ മികച്ച പ്രകടനമായിരുന്നു ക്യൂൻ എന്ന സിനിമയിൽ സലീംകുമാറിന്റെ ക്യാരക്ടർ നമ്മളോട് ഷെയർ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ, അഭിഭാഷകൻ എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവലിന്റെ പെർഫോമൻസ്, ഇതൊക്കെയും മലയാളക്കരെ അങ്ങേയറ്റം അമ്പരപ്പോടെയാണ് നോക്കുന്നത്. അതുവരെ ഹാസ്യ നടൻ എന്ന് മാത്രം മാറ്റി നിർത്തുന്നല്ലേ, ഹാസ്യ നടൻ എന്നുള്ള രജിസ്റ്ററിൽ പോയിരുന്നു അദ്ദേഹം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത സലീംകുമാർ അമ്പരപ്പിക്കുകയാണ്. അഭിനയ തികവ് കൊണ്ട് മലയാളക്കരയാകെ അമ്പരപ്പിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ റോളുകൾ, സീരിയസ് റോളുകൾ, ഇതൊക്കെയും മലയാളം എക്കാലയും ചർച്ച ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഇനിയും അങ്ങോട്ടും, അതായത് സലീംകുമാർ സലീംകുമാർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ആ മഹാപ്രതിഭ കടന്നു പോകുന്നത്. കലാഭവനിലൂടെയാണ് മിമിക്രി കലാകാരനായി തുടക്കം. പിന്നെ 96-ലാണ് ഇഷ്ടമാണ് നൂറുവട്ടം എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം സിനിമയിലേക്ക് രംഗപ്രവേശനം നടത്തുന്ന ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഒരുപാട് കഥകളൊക്കെ അദ്ദേഹം നമ്മളോടൊക്കെ വിവിധ ഇന്റർവ്യൂകളിൽ ഷെയർ ചെയ്തിട്ടാണ്. ഈ അടുത്ത കാലത്ത് പോലും അദ്ദേഹത്തിന്റെ കളർ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഒരു ചെറുപ്പക്കാരന്റെ കരളാണ് എനിക്ക് വെച്ചിരിക്കുന്നത്, ഇത്ര വേഗമൊന്നും ഞാൻ തട്ടിപ്പോവില്ലട എന്ന് പറയുന്ന അതിനെയും അദ്ദേഹം വളരെ ഹാസ്യത്തോടെ തന്നെയാണ് ഏറ്റെടുത്തിരുന്നത്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താ, തീർച്ചയായും ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ അടക്കം ചിരിച്ച് മറികടന്ന നടൻ കൂടിയായിരുന്നു വ്യക്തിജീവിതത്തിനും സലീംകുമാർ എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് അഭ്രപാളികളിലേക്ക് എത്താൻ ഏറെ കൊതിച്ചിരുന്ന ഒരാൾ. നാടക, മിമിക്രി മേഖലകളിലൊക്കെ ചെറുപ്പകാലം മുതൽ, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, താൻ പഠിക്കാൻ പിന്നോക്കമായിരുന്നു, പക്ഷേ തന്നെ കോളേജിൽ ചേർത്താൽ കാലോത്സവത്തിന് ഉറപ്പായും ഒരു മെഡൽ നേടും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടായിരുന്നു അവിടെ പോലും പ്രവേശനം ലഭിച്ചത് എന്നതായിരുന്നു. അത്രമേൽ കലയോടുള്ള ആഭിമുഖ്യമായിരുന്നു. അഭ്രപാളികളിലേക്ക് എത്തണമെന്ന് അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അവിടെയാണ് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ലൊക്കേഷനിൽ നിന്ന് തിരിച്ചയക്കപ്പെട്ട സലീംകുമാർ പിന്നീട് സിനിമാ ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ദേശീയ പുരസ്കാരം തന്നെ നേടിയത്. പലപ്പോഴും ഹാസ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന നടന്മാർക്ക് അതിനപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കാതെ പോവുകയും പ്രധാനപ്പെട്ട വേഷങ്ങൾ നൽകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നുവെങ്കിൽ അതിന് ഒരു മാറ്റം മലയാള സിനിമയിൽ കുറിച്ച നടൻ കൂടി ആയിരുന്നു സലീംകുമാർ. അത് ദേശീയ പുരസ്കാരത്തിൻ്റെ തിളക്കത്തോടു കൂടിയായിരുന്നു. പിന്നീട് ഇപ്പോൾ നമുക്ക് നിരവധി ഹാസ്യവേഷങ്ങൾ ചെയ്യുന്ന കലാകാരന്മാർ ഗൗരവമേറിയ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴും കാണുന്നുണ്ട്. എന്തായാലും 1969 ഒക്ടോബർ 10 എറണാകുളം ചിറ്റാറ്റുകരയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. 1996 ആണ് സിനിമയിൽ രംഗപ്രവേശനം നടത്തുന്നത്. കൃത്യമായി 30 വർഷങ്ങൾ, 3 പതിറ്റാണ്ട്. ഈ 3 പതിറ്റാണ്ടിനിടെ 100 ചിത്രങ്ങൾ ആണ് അദ്ദേഹം അഭിനയിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 1996 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സലീംകുമാർ സിനിമയിൽ പ്രവേശനം നടത്തിയത്. എന്നാൽ സലീംകുമാർ എന്ന നടനെ അടയാളപ്പെടുത്തിയത്, അത് പ്രേക്ഷകർക്കിടയിൽ അധികം ചിരി പടർത്തിയത്, ആ മേൽവിലാസത്തിലേക്ക് സലീംകുമാർ കടന്നത് 2000 പുറത്തിറങ്ങിയ തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലൂടെയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് സലീംകുമാർ എന്ന നടനെ പല സിനിമകളിലും മാറ്റി നിർത്താൻ പറ്റാത്ത സാഹചര്യം ആയിരുന്നു. ഒരു ഹാസ്യവേഷം അത് സലീംകുമാറിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കും എന്ന് സംവിധായകർക്ക് ഉറപ്പിക്കാവുന്ന സാഹചര്യമായിരുന്നു മലയാള സിനിമയിൽ സലീംകുമാർ മെനഞ്ഞെടുത്തത്.